ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൂടെ ഇത്തവണ അനിയനും കൂടെ ഉണ്ട്, ഗോഡ്വിൻ. എങ്ങനെയുണ്ട് ഗോഡ്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊഞ്ചാണ് അല്ലേ? കൊഞ്ചിന്റെ സാധാരണ കൊഞ്ചിങ്ങനെ ഒരു നല്ല ഫ്രൈ രൂപത്തിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ? ഷവർമയൊക്കെ കഴിക്കുന്ന ഒരു ചിക്കന്റെ കളറാണ് അല്ലേ? കംപ്ലീറ്റ്, അതായത് ശരിക്കും ഒന്നും ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് അങ്ങനെ ഫുൾ ആയിട്ട് ഇട്ടേക്കാം. നമുക്കൊന്ന് വെറുതെ ഒന്ന് കഴിച്ചോട്ടെ. സൂപ്പർ, അടിപൊളി. ചേച്ചി കഴിച്ചോക്കില്ലേ? എല്ലാം നല്ലതുണ്ട്. ഞണ്ടും അതുപോലെ പാൽക്കപ്പയും ചെമ്മിനും പിന്നെ അവർ അപ്പോട്ട് പിടിപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാൽക്കപ്പയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ എനിക്ക് ഇത്ര നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാൽക്കപ്പയാണ്. പിന്നെ കള്ളപ്പം നല്ല രസമുണ്ടൊന്നും പറയാനില്ല, എല്ലാം ടേസ്റ്റാണ്. എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാൽക്കപ്പയാണ്. ഞണ്ടും ഗ്രേവി, നമ്മൾ ഗ്രേവി കൂട്ടാണ്ട് ഞണ്ട് മാത്രം നേരം കഴിച്ചുകൊണ്ട് ഗ്രേവി കൂട്ടി കഴിക്കട്ടെ. ഇതെന്നെ കൊണ്ട് പറ്റണില്ല കേട്ടോ, പാത്രം പൊട്ടാതിരുന്നാൽ മതിയായിരുന്നു. പാത്രം പൊട്ടിക്കുന്ന പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും കഴിക്കുന്നത്. ഇച്ചിരി സമയം എടുക്കോട്ടോ ഇത് കഴിക്കാൻ. അതായത് തൊണ്ടും ഇതൊക്കെ മാറ്റി കഴിക്കാൻ നമുക്ക് പരിചയമില്ലല്ലോ, നമ്മളങ്ങനെ ശീലമില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് കഴിക്കാൻ. എന്നാലും രസമുണ്ട്. ചേച്ചി നമുക്ക് ഒരു കരിമീൻ വാങ്ങിച്ചാലോ? വാങ്ങിക്കാം. എന്താണെന്നറിയോ, നമുക്കിപ്പോ അപ്പം ബാക്കിയുണ്ടല്ലോ. ഓക്കെ, പറയാല്ലേ? കരിമീൻ എത്തിയിട്ടുണ്ട്, കരിമീനും കൂടെ ടേസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫ്രഷ് കരിമീനാണ്. അവരവിടെ തന്നെ വളർത്തി നമുക്ക് വേണ്ടപ്പോൾ അവരപ്പം തന്നെ അവിടെ നിന്ന് പിടിച്ച് നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് പിടിക്കണമെന്ന് പറയുകയാണെങ്കിൽ അവർ അതിനുള്ള സംവിധാനം റെഡിയാക്കി തരും. നമ്മൾ കഴിച്ച ഏകദേശം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നല്ലപോലെ തന്നെ തീർത്തിട്ടുണ്ട്. എല്ലാം കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടെ നല്ലൊരു ആംബിയൻസ് ഉണ്ട്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വന്നാലും നമുക്കൊരു വലിയൊരു ഫാമിലി ആയിട്ട് വന്നാലും നമുക്കിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി കുമ്പളങ്ങയിലുള്ള ബോച്ചോ ടൊടി പബ്ബിലാണ്. എൻ്റെ ബർത്ത്ഡേ വന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു ഫുഡ് വ്ലോഗും കൂടെ ചെയ്തതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.